നമ്മൾ കാണിക്കാൻ പോകുന്ന ആപ്പിൾ ചാനൽ എന്റെ കൂട്ടത്തിൽ ഒരു കുഞ്ഞ് ആളുകളുണ്ട്. അപ്പൊ ഗൈസ് നമുക്ക് ഇന്ന് ആപ്പിൾ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുകയെന്ന് പറയാം. ആദ്യമായിട്ട് വേണ്ട നിങ്ങൾക്ക് വേണ്ട അത്ര ആപ്പിൾസ് ആണ്. പിന്നീട് 2 മുളക്, ഇഞ്ചി. ഗൈസ് നമ്മൾ ഇനി അരിയാം. ഞാൻ മറന്നുപോയി, ഇന്ന് ഓർമ്മിച്ചാറ് രക്ഷപ്പെട്ട് കറിവേപ്പില. പിന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി സാധനങ്ങളെല്ലാം പിന്നെ ഗായ്സ് ഇത് ഉലുവ, കടുക്, മുളക് പൊടി, മഞ്ഞപ്പൊടി, കായപ്പൊടി, എണ്ണ, ഉപ്പ്, ഇത്ര സാധനങ്ങളാണ് ഗായ്സ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് എണ്ണ ആദ്യമേ ഒഴിക്കാം. എണ്ണ ഒഴിച്ച് അപ്പൊ ഗായ്സ് നമ്മൾ ഇന്ന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇനി എണ്ണ ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കടുക് എടുത്തിടണം. കാരണം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടാണ് ബാക്കി. ഗായ്സ് എണ്ണ ചൂടാവാൻ തുടങ്ങി. ഞാൻ 2 കടുക് എടുത്ത് നേരത്തെ ഇട്ടായിരുന്നു. കടുക് ഇട്ടിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്ക് ഇത് പൊട്ടുന്നുണ്ട്. ഗായ്സ് ഇനി ഞാനിപ്പോ പൊട്ടി. ഗായ്സ് നമ്മുടെ കടുക് പൊട്ടി പതുക്കിയപ്പോ നമ്മൾ ഉലുവ ഇട്ട്. ഗായ്സ് നമ്മളുടെ കയ്യിൽ ഇതുകൊണ്ട് ഗായ്സ് ഇത് ഇളക്കണം. ഇടുവാണ് ഇഞ്ചി ഇടുക ഗായ്സ്. പിന്നെ ഇത് കൂട്ടി അങ്ങനെ എല്ലാം ഇടുക. നമ്മള് അപ്പൊ നമുക്ക് അതാതെ പണിക്ക് യൂസ് ആക്കാം. ഗായ്സ് ഇത് കൂട്ടി കുറച്ച് വേണ്ട കൈക്കൊന്ന് പറ്റി. അപ്പൊ നമ്മളിത് ഗായ്സ് ഇനി നമ്മുടെ എണ്ണ കിടന്നു വേവട്ടെ ഗായ്സ്. ഇനി ഇത് കളർ മാറുന്നതിനും വരെ നമുക്ക് ഒരു കളർ ആകുമ്പോ നമുക്ക് ഈ ലോ ഫ്ലെയിമിൽ ഇടണം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കുന്നുണ്ട് ഗായ്സ്. ഞാൻ വേറൊരു റെസിപ്പി പറയാൻ മറന്നുപോയി. നാരങ്ങ ഗായ്സ് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പൊ ഗായ്സ് നമുക്ക് ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഗായ്സ് ഞാനിത് ഇളക്കാൻ തുടങ്ങിയായിരുന്നു. ഗായ്സ് ഞാനിത് ഇളക്കുന്നുണ്ട് ഗായ്സ്. പിന്നെ ഇത് ബ്രൗൺ ആവാൻ ചെറുതായിട്ട് തുടങ്ങിയേക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പൊ ഗായ്സ് ഇനി ഇത് മൊത്തത്തിൽ ബ്രൗൺ ആയി കഴിയുമ്പോ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഞാൻ പറഞ്ഞ പൊടി ഐറ്റംസ് ആഡ് ചെയ്യുന്നുണ്ട് ഗായ്സ്. പൊടികൾ ആഡ് ചെയ്യുകയാണ് ഗായ്സ്. അപ്പൊ ഗായ്സ് നമ്മളിനി ഇതിനകത്തോട്ട് ഇത് ആഡ് ചെയ്യുവാണ്. ഗായ്സ് ഇത് ചെയ്തതിനു ശേഷം നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണം. പിന്നെ ഗായ്സ് നമ്മൾ ഇനി ഇതിടുവാണ്. എനിക്കിത് അത്രയ്ക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാത്തത് കാരണം ഞാൻ എൻ്റെ അമ്മേനെ ഏൽപ്പിച്ചു ഗായ്സ്. അതേ കാരണം ഇപ്പൊ കുക്ക് ചെയ്യുന്നത് ഞാനാണ് ഇപ്പൊ വീഡിയോ പിടിക്കുന്നത്. ഉപ്പ് ഇടുവാണ്. ഉപ്പ് ഗായ്സ് ഉപ്പ്. ശേഷം നല്ലോണം ഇളക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇത് ഇളക്കി കഴിഞ്ഞിട്ട് കുറച്ച് നല്ല മുളക് പൊടി എല്ലാം പൊടിയണം. പിന്നെ നമ്മള് കായപ്പൊടി ഇടുവാണ് ഗായ്സ്. കായപ്പൊടി തുടങ്ങി എന്നൊക്കെ സാധനം ഇടുന്നതിന്. പിന്നെ ഗായ്സ് ഈ ഒച്ച കേൾക്കുന്നതെന്ന് വെച്ചാൽ ഈ സംഭവമാണ്. ആ സംഭവം വർക്ക് ചെയ്യുമ്പോ ഇവിടെ ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ റൂമിൽ മൊത്തം ഭയങ്കര മണമായിരിക്കും. പിന്നെ രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മൾ കിടന്ന് ചുമക്കും. അതൊക്കെയാണ് ഇതിന്റെ പ്രശ്നം. പിന്നെ ഗായ്സ് ഇത് കാരണം വയറ്
അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാറി പറന്ന് നടക്കും. അതായത് നമ്മൾ ഇത് യൂസ് ചെയ്തിരുന്ന പുറത്തോട്ട് വരുന്നത്. അതിനുശേഷം ഗായ്സ് ഒരു ഇതെടുത്ത് മൂടി വെക്കുക ഗായ്സ്. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, നനവുള്ള ആപ്പിൾ നമ്മൾ കഴുകിയതിനു ശേഷം ഒന്ന് പുറമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം ഗായ്സ്. അതിനുശേഷം കുറച്ച് നാളും കൂടെ നിൽക്കാൻ പറ്റും. പിന്നീട് ഗായ്സ് എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറിലായിരിക്കും ഇടുന്നത്. ഇപ്പൊ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ നാരങ്ങ ഒഴിക്കുക. അടച്ചു വെക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കാൻ ശ്രദ്ധിക്കണേ. നമ്മുടെ അമ്മയാണെങ്കിൽ നാരങ്ങ ഒഴിച്ച് കഴിഞ്ഞു ഗായ്സ്. ഞാൻ ആ വീഡിയോ പിടിക്കാൻ നേരത്തെ ഞാൻ പോസ് ആക്കി വെച്ചേക്കായിരുന്നു ഗായ്സ്. പോസ് ആക്കാൻ നോക്കിയപ്പോ പണി കിട്ടിയത് ഗായ്സ്. പിന്നെ ഇത് ചെയ്യുമ്പോ കൈ കഴുകാൻ ശ്രദ്ധിക്കണേ. ഗായ്സ് ഞങ്ങളുടെ ഉപ്പ് കറക്റ്റായില്ലായിരുന്നു ഗായ്സ്. വിടാം ഗായ്സ്. ഇതിന് ഞങ്ങളുടെ എടുത്തേക്കുന്നതിന് ആപ്പിളിന്റെ കുറച്ച് ഉപ്പ് കുറവാണ്. അതാണ് ഒരു പ്രശ്നം. 5 ആപ്പിളിന് അത്ര പോരായിരുന്നു ഗായ്സ്. ഗായ്സ് കൊറേ ഉപ്പ് ചേർത്ത് ഇനി നോക്കട്ടെ ഗായ്സ്. ഗായ്സ് ഇത് ഇങ്ങനത്തെ രീതിയിലാക്കുകയാണ് ഇരിക്കുന്നത് ഗായ്സ്. ഇത് നോക്കിക്കോളൂ. ഞങ്ങൾ അനുവാദം തന്ന കാരണം മാത്രം ഞാൻ എടുക്കുന്നു ഗായ്സ്. ഇതാണ് ഗായ്സ്. ഇനി ഗായ്സ് വെക്കണം. പിന്നെ നമുക്ക് കഴിച്ചിലാണ്. അപ്പൊ ഗായ്സ് നമുക്ക് ഇനി ചെയ്യേണ്ടത് ടേസ്റ്റ് നോക്കാം. ശിവ ഓടുവാണ്. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര സാപ്പിടാൻ ഭാരി കോരി അറിയില്ല. കാരണം ഞങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. ബാക്കി ഇന്ന് വർഷം കൂടെ നന്നായിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത്. അപ്പൊ ഗുഡ് ബൈ.